പത്തനംതിട്ടയിൽ അടവി കുട്ടവഞ്ചി എല്ലാവർക്കും സുപരിചിതമാണ്. കുട്ടവഞ്ചി ഇക്കോ ടൂറിസം കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അടവി വന്യതയാലും മനോഹരമാണ്. കുട്ടവഞ്ചി അല്ലാതെ അടവിയിൽ എന്തു കാണാനുണ്ട് എന്നതാണ് സ്വാഭാവികമായും ഉയരുന്ന മറ്റൊരു ചോദ്യം. പത്തനംതിട്ട ടീം ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടുമായി അടവിയിലേക്കാണ് എത്തുന്നത്. എന്തൊക്കെ പുതിയ കാഴ്ചകളുണ്ട് എന്ന് നോക്കാം. അടവിയിൽ അടവിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നല്ല രസകരമായ കുറേ കാഴ്ചകൾ അടവിയിൽ നമുക്ക് കാണാനുണ്ട്. ആരണ്യകം ഒരു വന കഫേയാണ്. അവിടെയും കുറേ കാഴ്ചകളുണ്ട്. ഇത് കൂടാതെ തൊട്ടടുത്ത ബാംബു ഹട്ടിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. പത്തനംതിട്ടയിലെ കോന്നിയിലെ മനോഹരമായ സ്ഥലമാണ് അടവി. ഒട്ടേറെ കാഴ്ചകൾ അടവിയിലുണ്ട്. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് റൈഡ് ആൻഡ് റിപ്പോർട്ടർ ഇന്ന് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് അവിടുത്തെ വൈബുള്ള വനത്തിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അടവി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ 24 അടക്കം മുൻപ് ചെയ്തിട്ടുള്ള ഇക്കോ ടൂറിസം കുട്ടവഞ്ചി കേന്ദ്രത്തെക്കുറിച്ചുള്ള മനോഹരമായ കാഴ്ചകൾ കാണാനാകും. എന്നാൽ കുട്ടവഞ്ചി എന്ന അനുഭവം മാത്രമല്ല അടവിയുടെ പേരിനൊപ്പം ചേർത്ത് വെക്കേണ്ടത്. കല്ലാറിന്റെ തീരത്തും ഇടതൂർന്ന വനങ്ങൾക്കുമിടയിലും കാഴ്ചകൾ സഞ്ചാരികളെ മാടി വിളിക്കും. അടിപൊളി നല്ല സ്ഥലമാണ്. ഇവിടെ ആനക്കൂട്ടി പോയിട്ട് വരുന്ന വഴിയാ. ഞങ്ങളിവിടെ അടുത്ത് താമസിക്കുന്നവരാണെങ്കിലും ഞങ്ങളിത് അങ്ങനെ ഇതിലൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒന്നും ഒത്തിട്ടില്ല. എല്ലാവരും സൂക്ഷിക്കണം. അത്യാവശ്യമാണ്. വെള്ളം കൂടുന്ന സമയത്ത് വെളിയിൽ ആറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല. നല്ല രസമുണ്ട്. ഇതാ കണ്ടില്ലേ, കല്ലാറിൻ്റെ മനോഹര തീരത്താണുള്ളത്. അതായത് കല്ലാറിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന് മുകളിൽ ഉള്ള ഒരു ഹട്ടിൽ ഇതുപോലെ 4 ഹട്ടുകളാണുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെതാണ്, വനം വകുപ്പിൻ്റെതാണ്. ഇവിടെ ഒരു ദിവസം താമസിക്കാൻ 3000 മുതലാണ് ചിലവ്. ഒരു ദിവസം താമസിക്കാൻ പൂർണ്ണമായും 3000 രൂപയാണ് ചിലവ്. വലിയ റേറ്റ് ഒന്നുമില്ലാതെ ആ ഒരു റേഞ്ചിൽ നമുക്കിവിടെ താമസിച്ച് അടിച്ചു പൊളിച്ച് ഉല്ലസിച്ച് പോകാം. വനത്തിൻ്റെ വന്യമായ സൗന്ദര്യം, വന്യമൃഗങ്ങൾ, ഇത് കൂടാതെ കല്ലാറിൻ്റെ കുളിർമയും. ഇവിടെ നിൽക്കുന്ന സമയത്ത് വലിയ വൈബാണ്. അത് രാത്രികാലങ്ങളിൽ AC പോലും വേണ്ട നല്ല തണുപ്പാണ്, കൂളിംഗാണ്. ഈ ഒരു മേഖല പൂർണ്ണമായി വനത്താലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പോലും മനസ്സിന് വലിയ കുളിർമയും സന്തോഷവും തോന്നും. മൊബൈൽ ഫോണൊന്നും നോക്കാൻ നമുക്ക് തോന്നില്ല. ഇവിടെ TV ഒക്കെ എല്ലാ മുറികളിലും ഉണ്ട്. അതുപോലും ആരും നോക്കാറില്ല. പാട്ടൊക്കെ പാടി അങ്ങനെ രാത്രി ഇവിടെ നിൽക്കുകയാണ് പതിവെന്നാണ് സ്വാഭാവികമായി ഇവിടെ വന്നിരുന്ന ആളുകൾ പൂർണ്ണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത ഒരു ആരണ്യം കഫേയിലെ ചേച്ചിമാർ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ഒരു പൊളി വൈബാണ് ഇവിടെ എന്നാണ് പറയുന്നത്. ആളുകളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. നമുക്ക് ദൂരെ നിന്ന് അടുത്തുനിന്നും ഒക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വരാറുണ്ട്. കല്ലാറിന്റെ തീരത്ത് മനോഹരമായൊരു ബാംബു ഹട്ട് അത് ഇവിടെ ഉള്ളത്. കുളിക്കാനൊക്കെ ഇതിലെ വഴിയുണ്ട്. അതിലെ കൂടെ താഴെ ആറ്റി ഇറങ്ങി കുളിക്കാൻ കല്ലാറാണ് ഇത്. ഇനി ഇവിടെ വരുന്നവർക്ക് വിശന്നിരിക്കേണ്ട ആവശ്യമില്ല.
വർഷങ്ങളായി ഇവിടുത്തെ സഞ്ചാരികൾക്ക് അന്നമൂട്ടുന്നത് ഈ വനിതകളാണ്. ഞങ്ങൾ ഈ കട ഒരു 8 വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങൾ 10 പേര് കൂടിയാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ അതിൽ 7 പേരായി. ബാമ്പുകട്ടി താമസിക്കാൻ ആൾക്കാർ വരുമ്പോൾ നമ്മുടെ കടയിൽ നിന്നാണ് ആഹാരങ്ങളെല്ലാം അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. ഒരു കാര്യമുണ്ട്, നേരമിരുട്ടിയാൽ പരമാവധി ആരും ഈ വഴിക്ക് സഞ്ചരിക്കരുത്. വന്യമൃഗങ്ങൾ സ്ഥിരമായി വിഹരിക്കുന്ന മേഖലയാണിത്. വെള്ളവും വായുവും കാടും തന്നെയാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം. വനയാത്ര ആസ്വദിക്കാവുന്നവർക്ക് മാത്രം അടവി തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ല വൈബുള്ള യാത്രയ്ക്ക് അടവിലേക്ക് വരാം. പക്ഷേ സൂക്ഷിക്കണം, കല്ലാറാണ്. പലപ്പോഴും ഇങ്ങനെ നന്നായി ഒഴുകണമെന്നില്ല. കുറച്ച് സംഹാര താണ്ഡവമാടാനും കല്ലാറിന് മടിയില്ല. ജിബിനും അനുവിളകളൂരിനും അഭിലാഷ് കൈതമണ്ണിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.